ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ BW വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നാളത്തെ പോലത്തെ ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണ്. ആ അച്ചാറിന്റെ ടേസ്റ്റ് കാരണം ആ അച്ചാർ എത്രയും പെട്ടെന്ന് വളരെ ഒരു മാസം പോലും നിൽക്കാതെ അത് തിന്ന് തീർക്കൽ കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറുനാരങ്ങയായിട്ടാണ് ഇന്നത്തെ അച്ചാർ. ആ ചെറുനാരങ്ങയായിട്ട് നമ്മൾ ഇന്നാളത്തെ രീതിയിൽ തന്നെയാണ്, പക്ഷെ എന്നാലും അതിൽ മുളക് കൂട്ടാതെ മറ്റേ മഞ്ഞ മോഡലല്ലാണ്ട് വെള്ള കളറിലുള്ള അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കൂടുതലും പറഞ്ഞു വെപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ നാരങ്ങ നല്ല വൃത്തിയിലൊന്ന് കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്. നമ്മൾ ഫ്രഷ് നാരങ്ങ, നല്ല ചെറുനാരങ്ങ എടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്താണിത്. അത് നന്നായി കഴുകി എടുക്കണം നമുക്ക് ആദ്യം. അതിലത്തെ എല്ലാ കച്ചറി ഇലയൊക്കെ മാറ്റി, കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രമാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നാരങ്ങ മുഴുവൻ നമ്മൾ അടിപൊളി നല്ല കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. 2-3 വട്ടമൊക്കെ നല്ല കഴുകി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ഒരു നെളിഞ്ഞ പോലെയൊക്കെ ഇരിക്കണത് അങ്ങനെ വീണുമ്പോൾ അങ്ങനെ ചതഞ്ഞിട്ടുള്ളതാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമുള്ളതൊന്നുമല്ല. അങ്ങനെ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ ഒഴിവാക്കി ഫുൾ ഫ്രഷ് സാധനം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 അല്ലെങ്കിൽ 8 പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നല്ല ഒറിജിനൽ ചെറുനാരങ്ങ ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് നമുക്ക് ഇനി ഒന്നിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. നല്ല പഴുത്ത നാരങ്ങ നമുക്ക് അച്ചാറിടാൻ എപ്പോഴും ആവശ്യം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എല്ലാ നാരങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. 8 വേണേ നിർബന്ധമുള്ള കാര്യമില്ല, 8 പീസാക്കൽ 4 മതി. ഇപ്പം ഇനി നമുക്കിത് ഫുള്ള് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അച്ചാറിലോട്ട് കുറച്ച് ഈത്തപ്പായം ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുത്ത പോലെ ഈത്തപ്പായം ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. വേപ്പിൻ്റെ ഇല റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി തോല് കളഞ്ഞത്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളകും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് മേക്ക് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അടുത്തതായിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആകുമ്പോൾ അച്ചാറിന് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണത്. ഫ്രണ്ട്സ്, അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ഇതാക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഉലുവയും കടുകും നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പം ഇനി അതിലോട്ട് നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടിയിട്ട് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ആദ്യം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ഇതിൽ അധികം ഇടുന്നില്ല, കാരണം നമ്മൾ ആ വെളുത്ത അച്ചാറാണ് ഉണ്ടാക്കുന്നത്, ചുവപ്പ് കളറിലല്ല. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് അല്പം അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാതും കൂടി ഒന്ന് മിക്സാക്കി നല്ല രീതിയിൽ എടുക്കുക. നമ്മുടെ മെയിൻ സാധനമായ നാരങ്ങ ഇതിലോട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായി ഇളക്കി എടുക്കുക. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണത്. ഇനി നമുക്ക് ആവശ്യമായ സാധനം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പായവും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശരിക്കും അച്ചാറിന് ആ ഒരു നല്ലൊരു അടിപൊളി നാരങ്ങ ഈത്തപ്പായ കൂടി മിക്സായി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ നമ്മുടെ നാരങ്ങ നന്നായിട്ടൊരു വെന്ത പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് സുറുക്ക ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് സുറുക്ക
ഒഴിച്ചു കൊടുക്കുക. സുറുക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലതും കൂടി ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം ഫുള്ള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി ഒന്ന് സ്റ്റൗമെന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയിട്ടാണ് നമുക്ക് പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാറും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമ്മൾ കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും ഒരുപാട് വ്ളോഗുകളായിട്ട് വരുന്നതാണ്. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണേണ്ടി വരെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.